വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം ഇന്ന് ചേരുന്ന ദിവസമാണ് PSCയിൽ. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ചേരുന്ന നിർണായകമായ യോഗമാണ് ഇന്ന്. അന്വേഷണത്തോട് എന്ത് നിലപാട് സ്വീകരിക്കണമെന്നതിൽ തീരുമാനമുണ്ടായേക്കും. ഇതിനു മുൻപ് ചേർന്ന യോഗത്തിൽ ചെയർമാനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. രാവിലെ 10 മണിക്ക് PSC ആസ്ഥാനത്താണ് യോഗം. കൂടുതൽ വിവരങ്ങളുമായി ബിനിൽ ലീല സാബു നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ബിനിൽ, ഗുഡ് മോർണിംഗ്. ന്യൂസ് മലയാളം പുറത്തു കൊണ്ടുവന്ന ഒരു വലിയ ക്രമക്കേട്, ആ ക്രമക്കേട് പിന്നാലെ അത് പൊതുസമൂഹം ചർച്ച ചെയ്തു, അധികാരികൾക്കിടയിലേക്ക് എത്തി. പിന്നീട് PSCക്കെതിരെ PSCയിൽ നടന്ന മറ്റ് പല ക്രമക്കേടുകളും പുറത്തു വന്നു. ഒടുവിൽ ഇപ്പോൾ അതിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ആ അന്വേഷണ പ്രഖ്യാപനത്തിനു ശേഷം നടക്കുന്ന വളരെ നിർണായകമായ യോഗം ഇന്ന് ചേരുന്നു. ഈ യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷിക്കണം, ബിനൽ? ഏറ്റവും പ്രധാനമായും യോഗത്തിൽ ഉയർന്നു വരിക അന്വേഷണം സംബന്ധിച്ച കാര്യമാണ്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ തീരുമാനമായിരുന്നു. അതിന്റെ ഉത്തരവും ഇറങ്ങിയതാണ്. ക്രൈംബ്രാഞ്ച് IG അജിത ബീഗമാകും ഇക്കാര്യം അന്വേഷിക്കുക. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഇക്കാര്യത്തിൽ നിയോഗിച്ചിട്ടുമുണ്ട്. അങ്ങനെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിക്കുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ PSC യോഗത്തിൽ ഉയർന്നു വരിക. നേരത്തെ PSC യോഗം ചേർന്നപ്പോൾ ചെയർമാനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നു വന്നത്. ഈ യോഗത്തിൽ ഇപ്പോൾ ഈ അന്വേഷണത്തോട് ഒരു നിസ്സഹകരണം രീതിയിൽ മുന്നോട്ട് പോയ സർക്കാർ കടുത്ത നടപടികൾ കിടക്കും. അതുകൊണ്ട് നിയമോപദേശം തേടി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്കായിരിക്കും ഇന്നത്തെ യോഗം എത്തുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. PSCയിൽ വ്യാപക ക്രമക്കേട് ഉണ്ട്. പല പരീക്ഷകളിലും ആസൂത്രണ ബോർഡിലെ പരീക്ഷയാണ് ആദ്യം ന്യൂസ് മലയാളം പുറത്തേക്ക് അവിടെ ക്രമക്കേട് നടത്തിയെന്ന വാർത്ത ആദ്യം പുറത്തേക്ക് കൊണ്ടുവന്ന ന്യൂസ് മലയാളമാണ്. അതിന് പിന്നാലെ പല പരീക്ഷകളും KS അടക്കം പല പരീക്ഷകളിലും ഇത്തരത്തിൽ ക്രമക്കേട് നടന്നു. ഉദ്യോഗാർത്ഥികൾ അറിയാതെ പരീക്ഷയുടെ മാർക്ക് ചോർത്തി അഭിമുഖത്തിൽ പലരെയും ജയിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായി ഉയർന്നു വന്നത്. അതിന്റെ ചില തെളിവുകളടക്കം പുറത്തേക്ക് വരികയും ചെയ്തതാണ്. ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമാവുക ഡിജിറ്റൽ തെളിവുകളാണ്. അതോടൊപ്പം തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ ആളുകളുടെ പ്രത്യേകിച്ച് PSCയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഒക്കെ മൊഴിയെടുക്കും. അങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥർ മൊഴിയെടുക്കാൻ നോട്ടീസ് നൽകിയിട്ടാണ് ആ മൊഴി എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ കൃത്യമായി നോട്ടീസ് നൽകുക എന്നുള്ള നടപടിയിലേക്കായിരിക്കും ക്രൈംബ്രാഞ്ച് ആദ്യഘട്ടത്തിൽ കടക്കുക. പിന്നീട് ഈ രേഖകൾ ആവശ്യപ്പെടും. പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ രേഖകളാണ് ആവശ്യപ്പെടുക. അത് പ്രത്യേക നോട്ടീസ് നൽകിയാണ് ആ രേഖകൾ ആവശ്യപ്പെടുക. ഈ രേഖകളും മൊഴിയും വ്യക്തമായി പരിശോധിച്ച് അവിടെ തെളിവുകളിലേക്ക് കടന്നാൽ മാത്രമേ FIR ഇടുന്ന നടപടികളിലേക്ക് പോവുകയുള്ളൂ. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ FIR ഇട്ടുള്ള നടപടിയിലേക്കായിരിക്കില്ല. അവിടെ പ്രാഥമിക അന്വേഷണം നടത്തും. അതിനുശേഷം കൃത്യമായ തെളിവുകൾ ശേഖരിക്കും. പിന്നീടാകും ഈ അന്വേഷണത്തിലേക്ക് കൃത്യമായി FIR ഇട്ട് അന്വേഷണത്തിലേക്ക് പോവുക. എന്തായാലും ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മുഖ്യമന്ത്രി കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലടക്കം അത് വ്യക്തമാവുകയും ചെയ്തതാണ്. ഗൗരവമായ ചില പരാതികൾ ഉയർന്നു വന്നു. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ കാര്യം ഇവിടെ ആസൂത്രണ ബോർഡിലേക്കുള്ള പരീക്ഷയിൽ മാത്രമല്ല KS പോലെ പ്രധാനപ്പെട്ട സുപ്രധാനമായ പരീക്ഷകളിൽ പോലും അങ്ങനെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന പരാതിയുണ്ട്. അതുകൊണ്ട് ഗൗരവത്തോടെ സർക്കാർ കാണുന്നു. അതുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിടുന്നു എന്നാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. എന്തായാലും ഇന്ന് 10 മണിക്കാണ് PSC ആസ്ഥാനത്ത് യോഗം ചേരുക.